കാണാനില്ലല്ലോ. ഇപ്പൊ വരും കൊച്ചൊന്ന് വെയിറ്റ് ചെയ്യും. എന്നാലും ഇത് ഇച്ചിരി കൂടി പോയേട്ടാ. ഒരാഴ്ചക്കുള്ള സ്നാക്കാ നീ വാങ്ങിപ്പിച്ച്. അഹങ്കാരം കാണിച്ചിട്ട് സാരമില്ല, ആനി വന്നാ മതി. വരൂലേ? വരും. ആനി ആനി, എന്റെ പുതിയ വീട്. വീടാ? അല്ല, അച്ഛന്റെ പേരിലാണെങ്കിലും അവകാശി ഞാനാണല്ലോ. ഭാവിയില് നമ്മുടെ പേരിലാവും. ചേച്ചി പറഞ്ഞു ലീസിനെടുത്താന്ന്. അല്ല, എല്ലാം പറഞ്ഞ? എല്ലാം പറഞ്ഞു. ഓ, എനിക്ക് വേറെ എന്തെങ്കിലും പറയാം? അല്ല, വേണമെങ്കിൽ ഞാൻ വീടൊക്കെ ഒന്ന് ചുറ്റി കാണിക്കാം. പിന്നെ ഇവിടെ കായലൊക്കെ ഉണ്ട്. കപ്പിൾസിനൊക്കെ സംസാരിച്ചിരിക്കാൻ നല്ല വൈബാ. വേണമെങ്കിൽ നമുക്ക് നടന്നിട്ടൊക്കെ വരാം. ഓ വേണ്ട. നീ നാട് വിട്ട് പോയില്ലേടാ? ആ, ഏട്ടത്തി. അല്ല, നീയല്ലേ പറഞ്ഞ സൊസൈറ്റിക്ക് വേണ്ടി എന്തോ ചെയ്യുന്നു, അതുകൊണ്ട് നീ ലക്ഷ്യബോധത്തോടെ എന്റെ മുന്നിൽ വരുള്ളൂ എന്ന്. അല്ല, അതിന് ഞാൻ ഏട്ടത്തിന്റെ മുമ്പിലേക്ക് വന്നില്ലോ. ഏട്ടത്തിയാണല്ലോ ഇപ്പൊ എന്റെ മുമ്പിലേക്ക് വന്നത്. ഓ, നാണെന്ന് പറഞ്ഞൊരു സാധനം 7 അയലോകത്തൂടെ നിന്റെ പോയിട്ടില്ല. ഏട്ടത്തി എന്താടാ? അതെ, ജീവിതത്തിൽ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ നിൽക്കുന്ന ഒരുത്തനാ ഞാൻ. എന്നെ നിങ്ങൾ ഇങ്ങനെ നിരുത്സാഹപ്പെടുത്തല്ലേ. അനിമോളെ, അല്ല, ഈ വീട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലല്ലോ? ഇല്ല ചാ, ചേച്ചി ലൊക്കേഷനൊക്കെ അയച്ചു തന്നായിരുന്നു. അല്ല ചാ, ഇനി അങ്ങനെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തിരിച്ചു പോകുമ്പോ ഞാൻ കൊണ്ട് ആക്കാൻ കേട്ടാ. അല്ലെ, യവൻ നാട് വിട്ടു പോണെന്ന് പറഞ്ഞ് ഇതുവരെ പോയില്ലേ? കളിയാക്കിക്കോ, നിങ്ങൾ എല്ലാരും കൂടി എന്നെ കളിയാക്കിക്കോ. അതെ, ഞാൻ എങ്ങാ നാട് വിട്ടു പോയാ എന്റെ മോനെ കാണാനില്ലേ എന്ന് പറഞ്ഞ അച്ഛനും എന്റെ കൊച്ചച്ഛനെ കാണാനില്ലേ എന്ന് പറഞ്ഞ് നീ കരയും. ആ എടാ, നാട് വിട്ടു പോണെങ്കിൽ ഇറങ്ങി പോടാ അവിടുന്ന്, അല്ലെങ്കിൽ വീടിനകത്തോട്ട് കയറി. ആഹാ, അങ്ങനെ ഇപ്പൊ പോവാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എന്റെ വളർച്ചയും എന്റെ വിജയവും നിങ്ങളുടെ എല്ലാവരുടെയും മുമ്പിൽ നിന്നായിരിക്കും. അത് കണ്ട് നിങ്ങൾ അസൂയപ്പെടണം, എനിക്ക് കാണണം. എടാ, നിനക്ക് പൊളിറ്റിക്സിൽ ഒരു കൈ കൊടുത്തൂടെ? എന്നിട്ട് അച്ഛൻ എനിക്ക് വോട്ട് ചെയ്യും? അല്ല, നാട്ടുകാരെ ഞാൻ ചതിക്കാൻ തയ്യാറല്ല. എടാ, ഒന്നും നടക്കുന്നില്ലെങ്കിലും നിന്റെ ഈ കോൺഫിഡൻസിൽ നീ ഓരോന്ന് പറയുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ചോദിച്ചു പോയതാ. എന്റെ ആനി, ഇവരൊക്കെ എന്നെ ഇങ്ങനെ കളിയാക്കിയത് എന്താണെന്ന് എനിക്ക് മനസ്സിലായോ? നിന്റെ കയ്യിലിരിപ്പുണ്ടല്ലേ? എടി, എന്റെ കാശിന് സാധനം വാങ്ങിച്ചു നിന്നിട്ട് അത് നിന്റെ തൊണ്ടേന്ന് ഇറങ്ങിയാ എന്റെ കുറ്റം പറയാനായിട്ട്? എടാ, എല്ലാരും നിന്നെ പരിഹസിക്കുന്നുണ്ട്, അതെന്നാ നിനക്കറിയോ? അറിയാം. നീ കാരണം പറഞ്ഞ ഞാൻ ജീവിതത്തിൽ നന്നാവാൻ, ഞാൻ നന്നായി ആനയും കെട്ടി നല്ലൊരു കുടുംബജീവിതം നയിക്കുന്ന കാണാൻ. വരേ, ആനയെ വിളിച്ചോണ്ട് നീ അകത്തേക്ക് പോ. അവന്റെ പിച്ചും പേയും പറഞ്ഞു കേട്ടോണ്ട് നിക്കല്ലേ ഇവിടെ. വിളിച്ചോണ്ട് പോ. നീ പാടി. അല്ല ഗോവർദ്ധ, ശരിക്കും ഒരു കാര്യം ചോദിക്കട്ടെ? അല്ല, നീ 1, 2, 10 കാര്യം ചോദിച്ചോ. ഞാൻ പറഞ്ഞില്ല അവിടെ നല്ല വൈബ്, നമുക്ക് അവിടെ പോയി സംസാരിക്കാം. നീ 8 വർഷത്തെ കഥയൊക്കെ പറയണ്ടല്ലോ, നിനക്കത് ഓർമ്മയുണ്ടല്ലേ? ട്രൂ ലവ്. ശരിക്കും നിന്റെ ജീവിതത്തിലെ ഏതെങ്കിലും ഒരു പെണ്ണ് നിന്നെ ഇഷ്ടപ്പെടാനുള്ള ഒരു കാര്യം എനിക്കൊന്ന് പറഞ്ഞു തരുമോ? രണ്ടാവിന്റെ മിണ്ടാട്ടം മക്കളെ, നിങ്ങൾ അകത്തോട്ടിയല്ലേ? ആ പെങ്കൊച്ച് പോന്നവരെ അതിന്റെ പുറകെ നടന്ന് കുശലം പറഞ്ഞോണ്ട് നടക്കരുത്. പറഞ്ഞ മനസ്സിലായോ? മനസ്സിലായി. എന്താ മനസ്സിലായി? മനസ്സിലായെന്ന്. വേറെ ആരെങ്കിലും നോക്കൂടെ? കുഞ്ഞമ്മയ്ക്ക് ഒച്ചത്തിന് ഇഷ്ടമല്ലെന്ന്. എടീ, അവളെ ഇഷ്ടപ്പെടാനായിട്ട് ഒരു കാരണം പറയാനല്ല അവള് പറഞ്ഞത്. 1000 കാര്യം ഞാൻ ചെയ്ത് കാണിക്കും കേട്ടാ. അവളെ കൊണ്ട് ഞാൻ ഇഷ്ടമാണെന്ന് പറയിക്കുകയും ചെയ്യും. അങ്ങനെയാണെങ്കിൽ കൊച്ചച്ച ഇവിടെ പെണ്ണ് കേട്ടാതെ നിക്കത്തേ ഉള്ളൂ. കൊച്ചച്ച ഇപ്പൊ നോക്കിയാ ആരെങ്കിലും കിട്ടും, പക്ഷെ ഏജ് ഓവർ ആയി കഴിഞ്ഞാൽ ആരെയും കിട്ടൂല. നീ അങ്ങനെ പറയലടി, നീ എങ്കിലും ഒരു പ്രതീക്ഷ. അങ്ങനെ ആരെങ്കിലും കിട്ടിയിട്ട് കാര്യമുണ്ടോ? നമുക്ക് ഇഷ്ടമുള്ളവരെ കിട്ടണ്ടേ? ഓഫീസിന്റെ കാര്യം റെഡിയായി, ക്ലാര സഹായിക്കാന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറയണത്, ക്ലാരക്ക് ഇപ്പൊ എന്നോട് പഴയതുപോലെ സ്നേഹം അങ്ങോട്ട് ഇല്ല തോന്നൽ. എങ്ങനെ കാണും നിന്റെ അടുത്ത് സ്നേഹം? ജീവിതത്തിലേ രക്ഷപ്പെട്ടിട്ടില്ല. അവക്കാണെങ്കിൽ ഇഷ്ടം പോലെ കേസുണ്ട്. പിന്നെ നീ ഓഫീസ് തുടങ്ങണമെങ്കിൽ അതും അവള് തരണം പൈസ. അവനെ ഇറ്റേ പറ്റിയിട്ടില്ലായിരുന്നു. എടാ, അതൊന്നുമല്ല. കല്യാണം കഴിഞ്ഞ് 10 വർഷമായി. മീനുകുട്ടിയാണെങ്കിൽ ഇപ്പൊ ഇത്രയും വലുതായി. അതിന്റെ ഇടയിൽ ജോലിയായി, മറ്റത് മറിച്ചത്, അത് ഇത്. അതിന്റെ ഇടയിൽ അവൾ എന്നെ സ്നേഹിക്കാൻ മറന്നു എന്നാ തോന്നുന്നത്. നീ ഒരു കാര്യം ചെയ്യും, അവളെ ചെന്ന് സംസാരിച്ചു നോക്ക്. നീ എന്ത്? അതെ, എനിക്കിപ്പോ കേട്ടിരുന്ന സ്നേഹം കുറച്ച് കുറവാണ്. എനിക്ക് കുറച്ചുകൂടെ കൂട്ടി റേഞ്ച് ഒന്ന് കൂട്ടി തന്നെ വന്നാ എന്തൊക്കെ ബോളത്തോടെ. പിന്നെ നീ വെച്ച് അനത്തിക്കൊണ്ടിരിക്കും, പോണ പോലെ പോട്ട്.
അതല്ലടാ, പിന്നെ? എനിക്ക് അവളോട് പറയണം. കാര്യം പറയണോ? ഒരു ഐഡിയ. പണ്ട് നിങ്ങൾ പ്രേമിച്ചോണ്ടിരുന്ന സമയത്ത് ഞാനല്ലായിരുന്നു ഹംസമായിട്ടിരുന്നത്. നീ ഒരു കത്തരി താളിയാ ഞാൻ കൊണ്ട് കൊടുക്കാം. പിന്നെ അല്ലതാ കത്താ? എന്ത് കത്തിനെന്ത് ഈ കുഴപ്പം? നൂറ്റാണ്ടില്ല. എന്റെ പൊന്നളിയാ, ഇപ്പോഴാണ് ഈ മെസ്സേജും SMS കാര്യങ്ങളൊക്കെ. പണ്ടൊക്കെ കത്തെഴുതി തന്നെയാണ് പോണ. ഈ ഒരു കത്തരി താളിയാ ഞാൻ ധൈര്യമായിട്ട് കൊണ്ട് കൊടുക്കാം. നേരിട്ട് കൊടുക്കാനാ? നേരിട്ടോ പോസ്റ്റ് ഓഫീസ് ഓടിയോ ഏത് വഴി ഞാൻ കൊടുക്കാം. അളയാത്തൊന്ന് എഴുതി താളിയാ. ഐഡിയ ഒക്കെ കൊള്ളാം. നാളുണ്ട്. എന്നാ പിന്നെ ഒരു കത്തങ്ങ് എഴുതാല്ലേ? എഴുതളിയാ. അളിയന്റെ കത്ത് അവളെ കയ്യിൽ കിട്ടുമ്പോ, അളിയ പണ്ടൊക്കെയാണ് നമ്മളൊരു കത്തെഴുതി പെണ്ണിനോട് കൊടുക്കുമ്പോൾ ആ പെണ്ണിന്റെ കൈ കിട്ടുമ്പോൾ തന്നെ ആ കാമുകനെ മനസ്സിൽ വരും. അവളെ ഓർമ്മകളെല്ലാം ഇങ്ങനെ കിടന്ന് കിട്ടും. അത് കണക്ക് നിന്റെ കത്ത കൊണ്ട് ചെല്ലരുത്. ക്ലാരയ്ക്ക് പഴയ കാര്യങ്ങളെല്ലാം ഓർമ്മയായിട്ട് വരും. കത്തിന് ശക്തി കൂടുതലല്ലേ? പിന്നെ പ്രണയമല്ലേ അളിയാ, കത്തെന്ന് കത്തി പടരൂലേ? അതെ അതെ. പിന്നെ ഡിലീറ്റ് ചെയ്യാനും പറ്റൂലല്ലോ. പറ്റത്തില്ല. നീ എഴുത്, വായിച്ചേ പറ്റൂ. നീ പോയി എഴുതിക്കൊണ്ട് അളിയാ, ഞാൻ കൊണ്ട് കൊടുക്കാം. അളിയാ, ഓ എന്നാ ഞാനൊരു കത്തങ്ങ് എഴുതാൻ പോവാ. എഴുതളിയാ. എഴുതാളിയാ? എഴുതിക്കോ. അരികിൽ പതിയിടനെഞ്ചാരോ മൂളും രാഗം, മിഴികൾ മൊഴിയും മധുരം കിനിയും നീ എന്നിൽ ലീണം. മഴയേ എനിക്ക് പറയാനുള്ളതെല്ലാം ഇതിനകത്തുണ്ട്. നീ കറക്റ്റ് ആയിട്ടോട്ടെ കൊടുക്കുവോ? അളിയാ, സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നീ തന്ന കത്താവക്കും അവള് തന്ന കത്ത് നിനക്ക് ഞാൻ തന്നിട്ടുണ്ട്. അതുകൊണ്ട് അളിയൻ എന്നെ വിശ്വസിക്കാം. വെയിറ്റ് ചെയ്യളിയാ, സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും. വൃന്ദാവന നികുഞ്ചങ്ങളില്ലാതെ നീ. വെള്ളം എടുത്ത് കുടിക്കടാ. വെള്ളം വേണ്ട. ഇറങ്ങിയ വെള്ളം വേണം. വേണ്ട. പിന്നെ എന്നാ വേണ്ടേ? പിന്നെ ക്ലാരേ, നമ്മള് പഴയ വീടില്ലേ, ആ വീട്ടിനകത്തോട്ട് ഞാനൊന്ന് പോയായിരുന്നു കേട്ടാ. വരുന്നോടി നമ്മളെ പഴയ പോസ്റ്റോണൊക്കെ ഉണ്ട്. ഓ നുസ്റ്റു, എന്തോരം ലെറ്റർ വീട്ടിൽ കൊണ്ട് തന്നിട്ടുള്ളത്. മറ്റേ വക്കീൽ നോട്ടീസ് നിങ്ങൾക്ക്. ഓ അങ്ങനെ. ഇതിപ്പോ നമുക്കുള്ള വക്കീൽ നോട്ടീസ് അല്ല. പിന്നെ ആർക്കുള്ളതാ? ക്ലാരയ്ക്കാണ് ഒരു കത്ത് തന്ന് വിട്ടത് പോസ്റ്റ്മാൻ. പിടിക്ക് പിടി 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 പിടി. ഇതിന് പേരും അഡ്രസ്സും ഇല്ലല്ലോ. ഇത് നിനക്കുള്ള, ചിലപ്പോ പുള്ളിക്കാരൻ നിനക്ക് എഴുതിയതായിരിക്കും. നിനക്ക് തന്ന കത്തായിരിക്കും പുള്ളിക്കാരൻ. എനിക്കറിയത്തില്ല. വേണമെങ്കിൽ പിടി. ഒരു ആൾക്ക് എന്തെങ്കിലും ചെയ്യാന്ന് പറഞ്ഞാൽ പിടി. അല്ല ഇത് നിനക്ക് വേണമെങ്കിൽ വേണം, ഞാൻ കൊണ്ടുപോയി പഠിച്ചു. അല്ല അങ്ങനെയല്ല. പിന്നെ ഒരു ആളൊരു സാധനം കൊണ്ടുവരുമ്പോ എന്റെ കയ്യിൽ തന്നു, ഞാൻ നിനക്ക് കൊണ്ട് തന്നു. ആ ശരി. വല്ലാത്ത നമ്മളെ ഈ കാലത്ത് സഹായിക്കാൻ പറ്റത്തില്ല കേട്ടാ. ഞാൻ നോക്കോളാം, നീ പോക്കോ. പോട്ടാ. ആ പേരും അഡ്രസ് എഴുതാൻ മറന്നുപോയി. സ്വപ്നം കാണുവാണോ? അല്ല പിന്നെ നീ എപ്പ വന്നു? അല്ല പിന്നെ നീ എപ്പോഴാ തിരിച്ചു പോന്നേ? എന്താ ഞാൻ വന്ന് ഇഷ്ടപ്പെട്ടില്ല? അല്ല അങ്ങനെയല്ല, ഞാൻ എന്തായി പറഞ്ഞു. ഞാനാണെങ്കിലേ ഒരു പിന്നെ ചിക്കന്റെ റെസിപ്പി നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നേ. ആ ചിക്കൻ ഇല്ലേ, ചിക്കൻ, അതിന്റെ ഒരു റെസിപ്പി, അതിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഓ നീ അങ്ങ് മെലിഞ്ഞു പോയി. കൊച്ചിനോട് വർത്താനം പറയാൻ പറ്റിയില്ല. നീ വന്നേ, എന്നാണ്ട് വിശേഷം? ആണോ? ഇതൊക്കെ ഇവിടെ ഇട്ടിട്ട് ഇവളവിടെ പോയി വന്നോ? എന്റെ വാവയ്ക്ക് മനുഷ്യന്റെ ഒരു കാര്യം. കണ്ടായിരുന്നെങ്കിൽ
എന്നാ നോക്കുന്നേ? പിന്നെ അമ്മയുടെ ഒരു വെള്ള കളറിലുള്ള ഒരു സാധനം കാണുന്നില്ല. ഉപ്പായിരിക്കും. പഞ്ചസാര അല്ലെന്നേ, സോപ്പൊടി, പാൽപ്പൊടി. അല്ല, ഒരു കത്ത്. കത്ത്? എന്ത് കത്ത്? ഏത് കത്ത്? ഇവ എന്റെ ഫോൺ എടുക്കട്ടെ. എന്താ അമ്മയുടെ കത്തെന്ന് പറഞ്ഞിക്ക്? അല്ല, പിന്നെ അമ്മയുടെ കത്തല്ല, പിന്നെ മമ്മീന്റെ വെരി ഒഫീഷ്യൽ പർപ്പസിന് യൂസ് ചെയ്യുന്ന ഒരു പിന്നെ വൈറ്റ് കളർ ഡോക്യുമെന്റ്. അല്ല, അതിന് അമ്മയുടെ ഓഫീസ് ഇവിടെ ഇല്ലല്ലോ. ഓഫീസ് എവിടെ ഇല്ലെങ്കിലും ഓഫീസ് അവിടെ ഇല്ലേ? അപ്പൊ മമ്മിക്ക് അവിടുന്ന് കുറെ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ ഇങ്ങോട്ടേക്ക് വരില്ലേ? അപ്പൊ അതിന്റെ ഒരു പേപ്പറാണ് മിസ്സായത്. വാ നമുക്ക് നോക്കാം. ഇല്ല, കുഴപ്പമില്ല, മമ്മി പിന്നെ നോക്കിക്കോളാം. ഇല്ല, കുഴപ്പമില്ല, മമ്മി പിന്നെ നോക്കാം കേട്ടോ. എന്താ കാര്യം പറയും? എന്താ എന്താ? അതെ, പിന്നെ സേതു എനിക്കൊരു കത്ത് എഴുതിയായിരുന്നോ? നിനക്ക് കത്ത് കിട്ടിയല്ലേ? അത്ര സ്നേഹം. ഞാൻ ആ കത്തൊന്ന് മിസ് ചെയ്തു. അതെന്താ പറ്റിയെന്നറിയോ? ഞാൻ കിച്ചണിൽ നിൽക്കുമ്പോഴായിരുന്നു ആ കത്ത് വന്നത്. അങ്ങനെ കത്ത് വായിച്ചുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് ആനി വന്നു. അപ്പൊ അവളത് കാണാൻ പാടില്ലല്ലോ. ഞാൻ പെട്ടെന്ന് ഒളിപ്പിച്ച് ആനി ഒഴിപ്പിക്കാൻ വേണ്ടി പോയി. തിരിച്ചു വന്നപ്പോ കത്ത് അവിടെ ഇല്ല സേതു. അതാരെങ്കിലും എടുത്തു കാണുമല്ലേ? അയ്യേ, എനിക്കത് വായിച്ചിട്ടുണ്ടാവില്ലേ? വായിച്ചിട്ടുണ്ടോ? ഉറപ്പായിട്ട് വായിച്ചിട്ടുണ്ടോ? എന്നാ ക്രിഞ്ചായിട്ടാ നീ അതിൽ എഴുതി വെച്ചേക്കുന്നതെന്ന് അറിയോ? അത് പിന്നെ ഞാൻ എന്റെ മനസ്സ് തുറന്നു പുഷ്പിച്ചപ്പോ 4 വരി ഒരു പുഷ്പം വന്നേക്കുന്നു. ഇങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഒന്ന് വിളിക്കോ മെസ്സേജോ പോട്ടെ, ഒരു വോയിസ് നോട്ടോ അയച്ചാ പോരായിരുന്നോ? ഈ കാലത്ത് ആരെങ്കിലും കത്തൊക്കെ എഴുതുവോ? ഒരു കഷ്ണം പേപ്പർ സൂക്ഷിക്കാൻ പറ്റാത്ത നീയൊക്കെ ഒരു കഷ്ണം പേപ്പർ സൂക്ഷിക്കാൻ പറ്റാത്ത നീയൊക്കെ എവിടത്തെ പക്ഷികളാണ്? ഒന്നും ദേഷ്യപ്പെടല്ലേ. നമ്മളിപ്പോ എന്ത് ചെയ്യും? ആർക്കെങ്കിലും കിട്ടിക്കാണോ? ഉറപ്പല്ലേ? ഇതെന്തോന്ന് മനുഷ്യ ഇത്? എന്താന്ന്? നിങ്ങൾ കുട്ടികളി ഇതുവരെ മാറിയിട്ടില്ലേ? കുട്ടിക്കളിയോ? അഭിനയിക്കല്ലേ? ഞാൻ അഭിനയിക്കുന്നതൊക്കെ നീ കണ്ടിട്ടുണ്ടല്ലോ, പിന്നെ പ്രത്യേകിച്ച് എന്തുവാ? ഇതെന്താ നോക്ക്. എന്റെ വാവയ്ക്ക് മക്കളെ വളർത്തുന്നതിനിടയിൽ, ജോലി തിരക്കിനിടയിൽ നമ്മൾ സ്നേഹിക്കാൻ മറന്നു പോകുന്നു. സ്നേഹിക്കാം, ജീവിതത്തിൽ തോറ്റുപോകാം, പക്ഷെ മനസ്സിലെ സ്നേഹം കുറയില്ല, നഷ്ടപ്പെട്ടു പോകില്ല. ഇതാരാ നിനക്ക് കത്ത് തന്നത്? എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കല്ലേട്ടോ. നിങ്ങളുടെ അഭിനയം ഒന്നും എന്റെ അടുത്ത് വേണ്ടേ? എനിക്ക് മനസ്സിലായി. എന്താന്ന്? നമ്മളെ മക്കള് വളർത്തുന്നതിനിടയിലേ ഓരോരോ തിരക്കപ്പെട്ട് പരസ്പരം സ്നേഹിക്കാൻ മറന്നുപോയി. ഇനി എത്ര കാലമല്ലേ? ഇനി അങ്ങോട്ട് നമുക്ക് നല്ല സ്നേഹത്തോടെ പോകാം. പോണോ? അല്ല, പോകാം. നിങ്ങൾ 2 ദിവസം കറങ്ങാൻ പോണെന്ന് പറഞ്ഞില്ലേ? നിങ്ങൾ പറഞ്ഞ പോലെ നമുക്ക് വേൾഡ് ടൂറിനൊന്നും പോണ്ട, പക്ഷെ കേരളത്തിൽ 2 ദിവസം നമുക്ക് കറങ്ങാൻ പോവാം. കറക്കാം. പിന്നെ ഇങ്ങനത്തെ കത്തൊന്നിനി എഴുതല്ലേട്ടോ. പിള്ളേർ ആരെങ്കിലും കണ്ട മാനക്കേടാ. പക്ഷെ ഈ കത്ത് കണ്ടപ്പോ എനിക്ക് നമ്മുടെ കല്യാണം തൊട്ട് ഇന്ന് വരെയുള്ള കാര്യങ്ങൾ ഓർമ്മ വന്നു. മറക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാ? അല്ല, നീ മറന്നതാ, പക്ഷെ കത്ത് വായിച്ചപ്പോ ഓർമ്മ വന്നല്ലോ. എന്നാലേ നമുക്ക് ഈ വീടിന്റെ പരിസരത്തോടെയൊക്കെ ഒന്ന് ചുമ്മാ നടന്നാലോ? നടക്കാം. എന്നാ വാ. നടന്നോ? എന്നാലും ഈ കത്തെഴുതിയതാരാ? അതൊന്നും അറിയണമല്ലോ.
മിസ്സായി മിസ്സായി മിസ്സായി. മിസ്സായി വല്ല ബോധം ഉണ്ടടി നിനക്ക്? ഒരുത്ത അവന്റെ മനസ്സിലുള്ളതെല്ലാം കൂടെ എഴുതി എന്റെ കൈ തന്നു, ഞാൻ അതുകൊണ്ട് നിന്റെ കൈ തന്നു. അത് ഭദ്രമായി നോക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ എവിടുത്തെ വക്കീലടി നീ? എടാ ആനി പെട്ടെന്ന് വരുമ്പോ പിന്നെ ഞാൻ എന്നെ ചെയ്യാനാ? ആണി കയറി വന്ന് എടി അവള് വന്നപ്പോ പറയേണ്ടി അത് കോടതി ഏതെങ്കിലും പേപ്പറാണെന്ന് കൊണ്ട് കളഞ്ഞേച്ചു വന്നില്ല. ആണി ഒന്നും അത് ഈ പഴയ ഓർമ്മയിലെ പണ്ട് ഇവന് ഇതുപോലെ പ്രേമിച്ചടക്കുന്ന സമയത്ത് ഓരോ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ കൊണ്ട് തരുമ്പോ അപ്പയും അമ്മയും ആരെയും ഒന്നും കാണാണ്ടിരിക്കാൻ വേണ്ടി ഒളിപ്പിച്ച് വെക്കുമായിരുന്നു. അതേ ഓർമ്മയിൽ പെട്ടെന്ന് അവളെ കണ്ടപ്പോഴേ അങ്ങനെ നീ അതങ്ങ് വിട്. അത് കത്തിനകത്തുള്ള കണ്ടന്റ് എന്താണെന്ന് അറിയാലേ. അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ തമ്മിൽ അങ്ങോട്ട് പഴയതുപോലെ സ്നേഹിക്കാൻ നോക്കടി. പ്രേമിക്കാൻ ഞടക്കി പിന്നെന്ത്? എന്റെ ദൈവമേ, എനിക്ക് അതൊന്നുമല്ല മോളെ. ഇതെങ്ങാനും മീനിട്ട് എനിക്ക് കിട്ടി കഴിഞ്ഞാണ്ടല്ല, ഹലോ ഗായ്സ്, ഇത് നമുക്ക് ലെറ്റർ കിട്ടിയിട്ടുണ്ട്, ഇന്ന് ലെറ്റർ അൺബോക്സ് ചെയ്യാൻ പോകുന്നു എന്നും പറഞ്ഞോണ്ട് തുടങ്ങി കഴിഞ്ഞാണ്ടല്ല. അയ്യോ ഞാൻ പിന്നെ എങ്ങനെ കോടതി പോവും? കോടതി പോയിട്ട് ഈ മുറ്റത്ത് പോലും എനിക്ക് ഇറങ്ങാൻ പറ്റില്ല. സേതു നീ എവിടെ ഇറങ്ങണ്ട. ഞാനൊരു കാര്യം പറയട്ടെ, കത്ത് ആരുടെ കയ്യിലിരുന്നാലും കുഴപ്പമില്ല. നിങ്ങൾ സ്നേഹിച്ചോട്ട് തുടങ്ങലയാ. എന്തോ ഈ ലവ് ബേഴ്സും കൂടി രണ്ടുപേരും കൂടി എങ്ങോട്ടുള്ള പോക്കായത്? ഓയ് ഈ രണ്ട് ലവ് ബേഴ്സും കൂടി എവിടെ പോവാ? എന്തേ ഞങ്ങൾ ചുമ്മാ ഒന്ന് കറങ്ങാൻ പോയതാ, കുഴപ്പമുണ്ടോ? അല്ല പതിവില്ലാത്ത വരവോണ്ടുകൊണ്ട് ചോദിച്ചതാ. അതിന് നിനക്കെന്താ പ്രശ്നം? അല്ലേട്ടാ അതെ, ഞാനും ഭാമയോടെ 2 ദിവസത്തേക്കൊന്ന് മാറി താമസിക്കണമെന്ന് വിചാരിക്കും. എവിടേക്കാ അച്ഛാ? ജീവിത തിരക്കിനിടയില് ഞങ്ങൾ സ്നേഹിക്കാൻ മാത്രം മറന്നുപോയി. പിന്നെ ഈ വീടിന്റെ മാറ്റത്താമസം അതും ഭയങ്കര തിരക്കായി. അതുകൊണ്ട് ഈ തിരക്കിനിടയിൽ ഞങ്ങളൊരു 2 ദിവസത്തേക്ക് മാറി അടിച്ചു പൊളിച്ച് ആഘോഷിച്ചിട്ട് തിരിച്ചു വരും. അല്ലേ ഭാമ? ഈ ഡയലോഗ് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ. എവിടെയും കേട്ടതല്ലേ, ഇന്നലെ രാത്രി എന്റെ അടുത്ത് പറഞ്ഞതാ. അയ്യോ എടാ, ആ കത്തിനകത്ത് ഈ ഡയലോഗ് ഉണ്ട്. അപ്പൊ കത്ത് അമ്മയുടെ കൈ കിട്ടിയിട്ടുണ്ട്. അമ്മയുടെ കയ്യിലാണോ അച്ഛന്റെ കയ്യിലാണോ എന്ന് അറിയത്തില്ല, പക്ഷെ അവര് പ്രേമിക്കാൻ തുടങ്ങി. ഇത് ആരുടെ ഐഡിയ ആയിരുന്നു ഈ കത്ത് എഴുതാന്നുള്ളത്? എന്റെ പൊന്നോ, ഈ ഐഡിയ കത്ത് ഒരു തരത്തിലും ജീവിക്കാൻ സമ്മതിക്കില്ല അല്ലേടാ? ഒരു കാരെ കത്തിപ്പ് അവരുടെ കയ്യിൽ കിട്ടി, നിങ്ങൾ ആദ്യം കൂടെ പ്രേമിക്കാൻ നോക്കും. പോടാ, എന്താ ഈ പറയുന്നേ? എടാ ഇത് അതൊന്നും അല്ല പ്രശ്നം. പിന്നെ എന്താ പ്രശ്നം? അമ്മയുടെ കയ്യിൽ കത്ത് കിട്ടി. അതെ. അമ്മയുടെ വിചാരം അച്ഛൻ അത് എഴുതിയെന്നാണേ. അതെ. പക്ഷെ അച്ഛനറിയാം അച്ഛൻ അല്ലാതെ എഴുതിയെന്നുള്ളത്. അതെ. അപ്പൊ അച്ഛൻ എന്ത് ചെയ്യും? അതിനെപ്പറ്റി അന്വേഷിക്കും. അതെ. ഓ എല്ലാത്തിനും അതെ 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 പറയാതെ, അതാണ് ഇവിടുത്തെ പ്രശ്നം. അതിനെന്താ പ്രശ്നം? അത് ശരിയാവില്ല. അച്ഛന്റെ അമ്മയുടെ കൈന്നേ ആ കത്ത് നമ്മൾ അടിച്ചു മാറ്റും. നോബറി പട്ടിണി കിടന്നാലും രാമാനുജം ഓടിക്കത്തില്ല. നീ ധൈര്യമായിട്ട് കത്ത് ഞാൻ എടുക്കാം. ഓ എന്റെ പൊന്നേ, മണ്ടത്തരങ്ങൾ ഇനിയും ചെയ്ത് കൂട്ടല്ലേ പ്ലീസ്. ഞാനായിട്ട് എടുത്തോളാം, നീ ധൈര്യമായിട്ട്. ധൈര്യമായിട്ട് എന്തിരിക്കാൻ? ഒന്നും നടക്കൂല ഇവരുടെ കൂടെ ഉള്ള ജീവിതം. എടാ എന്താടാ എന്താ ഇതിനകത്ത് കിടന്ന് പരുങ്ങുന്നത്? അത് റൂം മാറിപ്പോയി പെട്ടെന്ന്. ഇത് പുതിയ വീടായോണ്ട് എല്ലാം ഒരുപോലെ ഇരിക്കണം അല്ലേ? പുതിയ വീടോ? സത്യം പറയടാ, നിനക്ക് മോഷണം തുടങ്ങിയോ? ഈ അച്ഛൻ എന്തൊക്കെയാ പറയണത്? മോഷണോ? എന്തോടാ കയ്യിലിരിക്കുന്നേ? കയ്യിലൊന്നുമില്ല. ആ കയ്യിലോ? ഈ കയ്യില് മോതിരം. അപ്പൊ ഈ കയ്യിലോ? ഇതില് വാച്ച്, മോതിരം. ഇവനെന്താ ഇവിടെ? അതാ ഞാനും ചോദിക്കുന്നത്. ഇതെന്ത് പാടത്? എനിക്ക് ഈ വീട്ടിൽ വേറെ ഒരു മുറിയിലും കയറാൻ പാടില്ലേ? ഞാൻ എന്റെ മുറി തന്നെ ഇരിക്കണം. അല്ല, മുറിയിലൊക്കെ കയറി വരുന്നതിൽ യാതൊരു കുഴപ്പമില്ല. പക്ഷെ സാധാരണ നീ എന്റെ മുറി വരാറില്ലല്ലോ. ഈ മുറി വന്നതും എന്നെ കണ്ടപ്പോ ഇവനൊരു ചെറിയ പരുങ്ങല്. ആമേ, നീ അവനെ നോക്കേ, ഇവന്റെ മുഖത്തൊരു കള്ളത്തരം കിടപ്പില്ലയോ? ഉണ്ട്, ഒരു കള്ളത്തരം ഉണ്ട്, ഒരു പരുങ്ങലും വെപ്രാളവും ഒക്കെ ഉണ്ട്. എനിക്കാ തോന്നാണ്. അമ്മ കയറി വന്നപ്പോ പെട്ടെന്ന് തോന്നിയായിരിക്കും. എനിക്ക് എന്തിന്റെ കാര്യമൊന്നുമില്ല. എടാ മോനെ, നിനക്ക് പൈസക്ക് ബുദ്ധിമുട്ടുണ്ടെന്നൊക്കെ അമ്മയ്ക്കറിയാം. അച്ഛൻ്റെ കയ്യില് പൈസ നോക്കി വന്നാണോ? അയ്യേ, നിങ്ങൾ എന്തൊക്കെയാ പറയണത്? ഞാൻ പറയട്ടെ, എടാ എന്റെ കാശ് മോഹിച്ചാ നീ വന്നെങ്കിലേ അതെല്ലാം ഞാൻ അക്കൗണ്ടിൽ ഇട്ടിരിക്കുക. എന്ത് കഷ്ടമാണ് അച്ഛത്. ഇങ്ങനെയാണ് അച്ഛനും അമ്മയൊക്കെ എന്നെ വളർത്തിയത്. വളരെ മോശം.
കൊണ്ടുപോകരുത് എനിക്ക്. കത്തോ? ആ ഏത് കത്താ? നിങ്ങൾ എനിക്ക് അയച്ച കത്ത്. ആ അതാണോ? ആ. ഇത് എവിടെ വെച്ചു പിന്നെ ഞാനിത്? എന്ത് എടീ ആ കത്ത് കാണാനില്ല. കാണാനില്ലേ? ഒരു കത്ത് പോലും സൂക്ഷിക്കാൻ പറ്റില്ല മനുഷ്യ നിങ്ങൾക്ക്. നീ കിടന്ന് ദേഷ്യപ്പെടാന്ന്. കത്തെടുത്ത് തരാം. ഞാനേ കത്ത് ഇതിനകത്താ വെച്ചത്. ആ കത്ത് കൊണ്ട് ഞാൻ എന്റെ മുമ്പിൽ വന്നാൽ മതി കേട്ടോ. നിങ്ങൾ എനിക്ക് ആദ്യമായിട്ട് എഴുതിയ കത്താ. എനിക്ക് എന്തായാലും ആ കത്ത് വേണം. ചേട്ടാ എന്ത് പാടാന്ന് പറയുന്നത്? ഇത് ഏതവനാണോ എഴുതിയത്? എഴുതിയവൻ നശിച്ചു പോട്ടെ. എന്റെ വാവയ്ക്ക് എന്റെ വാവയ്ക്ക് ലവ് ലെറ്റർ കൊച്ചച്ച കുഞ്ഞമ്മക്ക് എഴുതിയതായിരിക്കും. ലവ് ലെറ്റർ? ഏത് ലവ് ലെറ്റർ? പടി. എന്ത് മാവയ്ക്ക് ഉളുപ്പുണ്ടോ ഗോവർത്താ നിനക്ക്? നീ റൂമിൽ കയറിയത് ഞാൻ ചേച്ചി എടുത്ത് പറഞ്ഞില്ല, പക്ഷെ ഈ ചീഞ്ഞത് എന്തായാലും ഞാൻ പറഞ്ഞു. മിനിറ്റ് അറിയണ്ട. അല്ല നിർത്തി. ഏത് ലവ് ലെറ്റർ? എന്ത് ലവ് ലെറ്റർ? എടി ലവ് ലെറ്റർ ഒക്കെ എഴുതാനായിട്ട് ഇത് ഏത് കാലഘട്ടം? ഇത് ഞാനൊക്കെ ജെൻസിയാണ്. ജെൻസി. ലവ് ലെറ്റർ എന്റെ വാവയ്ക്ക്. നീയാ വാവ? സ്നേഹം കൂടിയപ്പോ വിളിച്ചതായിരിക്കും. സ്നേഹം കൂടുമ്പോ വാവയെന്ന് വിളിക്കുന്ന ഒറ്റ ഒരാൾ ഈ ഭൂമി മലയാളത്തിൽ ജീവിച്ചിരിപ്പുള്ളൂ. ജീവിതത്തിൽ രക്ഷപ്പെടാത്ത നീയല്ലേ? മനസ്സിലെ സ്നേഹം കുറയില്ല പോലും. ലാസ്റ്റ് ഡയലോഗ്. എടി ഇതൊന്നും ഞാൻ എഴുതിയൊന്നുമില്ല. ക്രിഞ്ച് ഡയലോഗ്. വെറുതെ കിടന്ന് ഉരുളാൻ നിക്കല്ലേ. എടി ഞാൻ എന്തിനാ നിന്റെ അടുത്ത് ഉരുളാണ്? എന്റെ മനസ്സിലെ സ്നേഹം ഞാൻ നിന്റെ അടുത്ത് അന്തസ്സായിട്ട് മുഖത്ത് നോക്കി തുറന്നു പറഞ്ഞതാ. അല്ലാതെ ഇമാതിരി ഊളക്കത്തോ ഈ ക്രിഞ്ച് ഡയലോഗൊക്കെ ഞാൻ എഴുതി നിനക്ക് തരും നിനക്ക് തോന്നുന്നുണ്ടോ? നിനക്ക് തോന്നുന്നുണ്ടോ? കത്തല്ലേ അവന്റെ കയ്യില്? കത്തന്നെ നിങ്ങളല്ലേ പറഞ്ഞ കത്ത് കളഞ്ഞു, പിന്നെ എങ്ങനെ അവന്റെ കയ്യിൽ വന്നേ? എനിക്കറിയാൻ പാടില്ല. ചോദിക്കും മനുഷ്യ. എന്താ പ്രശ്നം? അച്ഛാ കൊച്ചച്ച കുഞ്ഞമ്മക്ക് ലവ് ലെറ്റർ എഴുതിയതാ. നീ എന്താണ് ഈ കാണിച്ചത്? നിനക്ക് വാണിംഗ് പല തവണ ഞാൻ തന്നിട്ടില്ലേ, കൊടുത്തിട്ടില്ലേ? എന്നിട്ട് നീ ആ വാണിംഗ് എന്റെ ശ്രദ്ധിക്കാതെ വാണിംഗ് വരെ നാട് വിട്ടു പോയിട്ട് ഉളുപ്പില്ലാത്തവരെ എനിക്ക് എന്റെ കൺട്രോൾ പോകുന്നത് ചെയ്തു. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. നിർത്തി. ഞാൻ ലവ് ലെറ്റർ ഒന്നും എഴുതിയത് നോക്കി ചെയ്യുന്ന സാധനം ഒന്നും ഞാൻ എഴുതിയല്ല. അതൊന്നുമില്ലല്ലേ? നോക്ക് കണ്ടോ? എനിക്കറിയാം. ഇത് എന്തിനാണ് നീ ഇങ്ങനെ എഴുതിയത്? എന്തിനാടാ നീ ഇങ്ങനെ എഴുതിയത്? എന്റെ അടുത്ത് ഞാൻ എഴുതിയല്ല എന്ന് പറഞ്ഞില്ല. ഇനി നിങ്ങൾക്ക് വിശ്വാസമല്ല ഒരു കാര്യം ചെയ്യാം. നമുക്ക് കൈയക്ഷരം വെച്ചോ. അത് വേണ്ട. ഈ വീട്ടിലെങ്ങാനും ഇനി നീ പേന എടുക്കുന്ന ഞാൻ കണ്ട പൊന്നും മോനെ ഞാൻ വെച്ചേക്കത്തില്ല കേട്ടല്ലോ. ഞാൻ എഴുതിയല്ലാന്ന് ഞാൻ പറഞ്ഞില്ല. നിങ്ങൾക്ക് പറഞ്ഞാ മനസ്സിലാവും. അവനൊന്നും ചെയ്യണ്ട, അവൻ അനിയനാണ്. ഞാൻ ഒന്നും വേണ്ട ചേട്ടന്റെ എടാ പോടാ. ചേട്ടൻ ദേഷ്യപ്പെട്ടിരിക്കുന്ന കാണുന്നില്ലേ? പോ ചെയ്തു കൺട്രോൾ. എന്നാലും മോളെ നീ വിഷമിക്കണ്ട. ഓക്കെ, ചേച്ചി അവരോട് സംസാരിച്ചോളാം കേട്ടോ. നീ എന്ത് നോക്കി നിക്ക? ഗോ ഇൻസൈഡ്, സ്റ്റഡി സംതിങ്. ശരി ചേച്ചി. പാവന്റെ അനുക്കൊച്ച്. എന്റെ അമ്മീ, അതിന്റെ ഇടയ്ക്ക് ഓവറാക്ട് ചെയ്ത് ചാളവാക്കി. അച്ഛനും അയ്യ എന്റെ കത്ത്. ഈ കത്ത് നിനക്ക് എവിടെ കിട്ടി? നിന്റെ കത്താ? നീ എനിക്ക് കത്ത് എഴുതിയാ? പിന്നെ ഞാൻ എനിക്കത് തലക്ക് പ്രാന്ത. എന്നാലേ ഇത് എന്റെ കത്ത. എന്റെ ഭർത്താവ് എനിക്ക്, അതായത് ഈ ഭാമയ്ക്ക് എഴുതിയ കത്ത അല്ലേ? അതെ. ഓ അതെന്ന്
എന്താണ് നിനക്ക് ഇത്ര സംശയം? നമുക്ക് എന്ത് സംശയം? അതെ, ഇത് ആക്ച്വലി നമുക്കിത് ഇവിടെ താഴെ നിന്ന് കിട്ടിയതാണേ. അപ്പൊ ഞങ്ങൾ പിന്നെ അത് എടുത്ത് പിന്നെ ഓപ്പൺ ചെയ്തിട്ടൊന്നുമില്ല, വായിച്ചൊന്നും നോക്കിയിട്ടില്ല. പക്ഷെ എന്താ അമ്മ ആ കത്തിന്റെ ഉള്ളില്? അയ്യോ ഒന്നുമില്ല, കാര്യമായിട്ടൊന്നുമില്ല. ആണോ? അല്ല ഞങ്ങൾ വായിച്ചിട്ടില്ല, വേണേ ഞങ്ങൾ വായിച്ചു തരാം. വേണ്ട വേണ്ട വേണ്ട, അയ്യോ വേണ്ട, ഒന്ന് നമുക്ക് പോവാം. സേതു, എന്തോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. കത്തിന്റെ ഉള്ളടക്കം അതാണ് പ്രധാനം.